തീർച്ചയായിട്ടും ഇത് കേന്ദ്ര സർക്കാർ കൂടി കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത് ദീപക്, എനിക്കൊന്ന് സിനോജിന് അതിന് മറുപടി നൽകാൻ സാധിക്കും. സിനോജ്, ഈ നമ്മൾ കാണുന്നവരോട് ചോദിക്കുമ്പോൾ ഒരു മാസത്തെ 9,000 രൂപ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഒരു ദിവസം 300 രൂപ വെച്ച് അവർക്ക് കൊടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് ഒരു മാസത്തേക്ക് മാത്രമാണോ? കാര്യം ഇപ്പോൾ 2 മാസം പിന്നിട്ടു, ഒരു മാസത്തെ പണം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. 10,000 രൂപ അവരിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്, ബാക്കി പണം പലർക്കും കിട്ടിയിട്ടില്ല. 9,000 രൂപ വീതം 2ാമത്തെ മാസവും കൊടുക്കേണ്ടതാണ്, പക്ഷേ അത് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ് പലരും ജീവിക്കുന്നത്. അവരുടെ തൊഴിലിടങ്ങളിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു, അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ഒരുപാട് പേരെ അവർക്ക് ചേർത്ത് പിടിച്ച് പോകേണ്ടതുണ്ട്. സ്കൂൾ കുട്ടികൾക്കടക്കം ദൂരെ പോയി അവർക്ക് വിദ്യാഭ്യാസം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. എന്താണ് ജനപ്രതിനിധികൾ പറയുന്നത് എന്നുകൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സിനോജ്, മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഈ ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ പുനരധിവാസത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ജനപ്രതിനിധികളാണ് എനിക്കൊപ്പം ഉള്ളത്. എനിക്ക് വലതുവശം നിൽക്കുന്ന ഷംസാദ് മർക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നൂറുദ്ദീൻ, അദ്ദേഹത്തിന് മുഖം ആരും മറക്കില്ല, ചൂരൽമലയിലെ വാർഡ് മെമ്പറാണ്. ഇടതുവശത്ത് നിൽക്കുന്ന അട്ടമലയിലെ വാർഡ് മെമ്പർ സുകുമാരൻ ചേട്ടൻ. ഇദ്ദേഹത്തിൻ്റെയൊക്കെ 40% വാർഡ് ഈ ഉരുൾപൊട്ടൽ ഒലിച്ചു പോയതാണ്. ഇവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ്, നാസർക്ക, ഒപ്പം തന്നെ രാജുവേട്ടൻ. എന്താ നിലവിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി, എന്താ പുനരധിവാസത്തിൻ്റെ? പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളും ഒക്കെ ആയി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും അക്കാര്യത്തിൽ നടന്നിട്ടില്ല. ജില്ലാ പഞ്ചായത്തോടെ ചർച്ച നടന്നിട്ടില്ല. ഇല്ല, ആരുമായിട്ടും നടന്നിട്ടില്ല. പഞ്ചായത്തുമായിട്ടും ആരുമായിട്ടും നടന്നിട്ടില്ല. 2 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് പത്രങ്ങളിലാണ് ഞങ്ങളും അറിയുന്നത്. അത് എൽസ്റ്റൺ എസ്റ്റേറ്റും ഒന്ന് നെടുമ്പാലയിൽ എസ്റ്റേറ്റും ആണെന്ന് പറയുന്നു. അവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ എന്നുള്ളതിൻ്റെ ഡിസ്കഷനൊന്നും നടത്തിയിട്ടില്ല. നടത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു ആവശ്യം, ഇവർക്ക് മേപ്പാടി തന്നെ ഏറ്റവും ഫീസിബിളായൊരു സ്ഥലം കണ്ടെത്തി ഇവരെല്ലാവരും മേപ്പാടി തന്നെ പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നതും നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കോർഡിനേഷൻ്റെ കുറവുണ്ടോ ഇതിനകത്ത് പുനരധിവാസത്തിൻ്റെ? കോർഡിനേഷൻ്റെ കുറവെന്ന് ചിലപ്പോൾ നമ്മൾ അറിയണ്ട എന്ന് വിചാരിച്ചാൽ പിന്നെ കോർഡിനേഷൻ ഇല്ലല്ലോ. ഇപ്പോൾ ജനപ്രതിനിധികളായ ഞങ്ങൾ ഇതറിയേണ്ട കാര്യമില്ല എന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനിക്കപ്പെട്ടാൽ പിന്നെ ഇതിനകത്ത് കോർഡിനേഷൻ ആവശ്യം വരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയത് ഞങ്ങൾ ഒരുമിച്ച് പഞ്ചായത്തിൻ്റെ ആളുകളും ഞങ്ങൾ ഒരുമിച്ച് ജില്ലാ കളക്ടറെ പോയി കാണുകയും നിങ്ങൾ സ്ഥലം കണ്ടെത്തുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ നമ്മളുമായിട്ട് കൂടി ഒരു ആശയവിനിമയം നടത്തണമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10-20 സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തു. അതിൽ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി എല്ലാവരും പോയിട്ടാണ് ഇത് കണ്ടെത്തിയെന്ന് പറയുന്നു. പക്ഷേ 2 സ്ഥലം ഫൈനലാക്കി എന്നുള്ള ഇന്നലെ ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മളും പത്രങ്ങളിലൂടെയാണ് ഈ 2 ഭൂമിയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നറിയുന്നത്. ഇനി അവിടെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളുമായി ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഈ വാർഡ് മെമ്പർ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അവർ വിളിച്ച് പറഞ്ഞ ആശങ്ക എന്താണ്? ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നു അവർക്ക് ധനസഹായം 1 മാസം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ആശങ്കകൾ പറയുന്ന ആളുകളുണ്ടോ? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ മേപ്പാടി പഞ്ചായത്തിൽ 12 വാർഡ് മെമ്പറാണ് ഞാൻ. അതുപോലെ 10ാം വാർഡിൽ സുഗോട്ടനാണ്, 11ൽ ബാബുവേട്ടനാണ്. പക്ഷേ എനിക്കിതിൽ ആദ്യമായിട്ട് എല്ലാവരെയും അറിയിക്കാനുള്ളത്, ദയവ് ചെയ്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇനി സ്ഥലമെടുപ്പാവട്ടെ, ഒരു കിറ്റ് കൊടുക്കുന്നതാവട്ടെ, ജനങ്ങൾക്ക് 10,000 കൊടുക്കുന്നതാവട്ടെ, ഈ കാര്യങ്ങളൊന്ന് മേപ്പാടി പഞ്ചായത്തിൽ അറിയിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് എനിക്ക് അവർ അപേക്ഷയാണത്. അതായത് അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ജനങ്ങൾ രാത്രിയായാലും സ്ഥലം എടുത്തിട്ടില്ല എന്ന് ഞങ്ങളെ വിളിക്കുന്നു, കിറ്റിന് ഒരു 10 ആൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളെ വിളിക്കുന്നു, 10,000 കിട്ടാത്തതിന് ഞങ്ങൾ വിളിക്കുന്നു. പക്ഷേ ഒരു കാര്യത്തിനും ഈ പഞ്ചായത്തിനെ ഇവർ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. പക്ഷേ ഇതിനെല്ലാവരേക്കൊന്നും രാത്രിയും പകലും നമ്മൾ ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പറയാനുള്ളത്, പിന്നെ ഇവർക്ക് വേണ്ട സ്ഥലങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുക. ഇവരെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ എല്ലാവരും ഒരു സ്ഥലത്ത്, നമ്മുടെ മേപ്പാടി നെടുമ്പാല സ്ഥലമുണ്ട്, അവിടെ ഒരുമിച്ച് ഒരു സ്ഥലത്താക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരു കാര്യവും ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ അറിയുന്നില്ല. പക്ഷെ നമുക്ക് ചീത്ത കേൾക്കാനുള്ള യോഗം മാത്രമേ ഉള്ളൂ. ഈ 2 സ്ഥലങ്ങൾ സർക്കാർ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ ചേട്ടനോട് ചോദിക്കുമല്ലോ, വാർഡ് മെമ്പർ നിലയ്ക്ക് ആളുകൾ എന്തൊക്കെ ആശങ്കകളാണ് പങ്കുവെക്കുന്നത്? കാരണം ഏത് സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയൊക്കെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? എല്ലാവരുടെ അഭിപ്രായം പറയുന്നത് മേപ്പാടി തന്നെ വേണം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം. നെടുമ്പാല എസ്റ്റേറ്റാണ്. നെടുമ്പാല എസ്റ്റേറ്റ്, അതുമായി ബന്ധപ്പെട്ട മേപ്പാടിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് വേണമെന്ന് പറയുന്നത്. ഇതിലൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുനരധിവാസം വേഗത്തിലാക്കും എന്ന് പറയുന്ന 67 ദിവസത്തോളമായി എവിടെയും വരെ എത്തില്ല. എല്ലാ കാര്യങ്ങളും മെമ്പർമാരെന്നല്ല ഞങ്ങളെയും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുന്നത്. ഒരു നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തുടക്കം മുതലേ ഒരു കോർഡിനേഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ജില്ലാ പഞ്ചായത്തിൽ ശരി, മേപ്പാടി പഞ്ചായത്ത് ശരി, ബ്ലോക്ക് പഞ്ചായത്ത് ഒരു തീരുമാനം അവർ സ്വന്തം ഇഷ്ടത്തിനെടുക്കും. ഇടയ്ക്ക് ഞങ്ങൾ ആശങ്ക പങ്കുവെക്കുമ്പോൾ കളക്ടറേറ്റിൽ മീറ്റിംഗ് വിളിക്കും. ഇനിയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാറും. അത് പറയലല്ലാണ്ട് വേറൊരു കാര്യത്തിന് ഞങ്ങൾ വിളിച്ചൊന്നും സംസാരിക്കാറില്ല. ഇപ്പം തന്നെ നമുക്ക് ചൂരമല ടൗണിൻ്റെ വിഷയം നമുക്കറിയാം. ഇപ്പോൾ അവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകൾക്ക് കറണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ കറണ്ടിൻ്റെ വിഷയം ഇവിടെ എവിടെയും വരെ എത്തിയില്ല. കടകൾ തുറക്കാൻ പറ്റാത്ത കുഴപ്പമുണ്ട്. ബഷീർ ഖാൻ്റെയും അതുമായി തന്നെ മമ്മാലിക്കൻ്റെ കടയല്ലാതെ മറ്റുള്ള കടകളൊന്നും തുറക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ ലയങ്ങൾ പാടിയിൽ താമസിക്കുന്നവർ വലിയൊരു ആശങ്കയുണ്ട്. കാരണം അവർക്ക് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടുത്തുന്നൊരു പ്രശ്നമുണ്ട്. ബാങ്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നമുക്ക് 2-3 മാസമായി ബാങ്കിൽ ലോൺ എല്ലാ
തലത്തിലും ബാങ്ക് ലോണുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ പ്രധാനമന്ത്രി അടക്കം നമ്മളെ പ്രദേശത്ത് വന്ന് സന്ദർശിച്ചു പോയി. പക്ഷേ ഇതുവരെയായിട്ട് അവരുമായി ബന്ധപ്പെട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ആളുകൾ പാടികളൊക്കെ താമസിക്കുന്നവരെന്താ നിങ്ങളെ ബന്ധപ്പെട്ട് പറയുന്നത്? അത് ഇവർക്കൊക്കെ ഈ പുനരധിവാസം വേണം, ഇവരെല്ലാവരും പുനരധിവസിപ്പിക്കണം തന്നെ ആവശ്യം. പക്ഷേ ഇവരൊക്കെ ഇത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ പറഞ്ഞ മാതിരി മേപ്പാടി പഞ്ചായത്താണ് ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി. നമുക്കാണ് ആളുകളുടെ എല്ലാ കാര്യങ്ങളും പറയുക. പക്ഷേ നമ്മളൊരു കൂടി ആലോചിച്ചിട്ടല്ല ഈ സ്ഥലങ്ങളൊന്നും എടുത്തിട്ടുള്ളത്. പക്ഷേ സ്ഥലം എടുത്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവർ എടുത്തുകണെന്ന് പറഞ്ഞാൽ എടുത്തതിന് സ്വാഗതം ചെയ്യണം. പക്ഷേ ഇവരെ മേപ്പാടി തന്നെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴൊക്കെ പറയുന്നത് ഇതിൻ്റെ എഫക്റ്റഡ് അൺഎഫക്റ്റഡ് നിൽക്കുന്ന ജോൺ മത്തായി റിപ്പോർട്ട് വരണം. ആ ജോൺ മത്തായി റിപ്പോർട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിൽ എത്ര ആളുകൾക്കാണ് ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത്, എത്ര ആളുകളാണ് സേഫ് സോണിൽ. ഇപ്പോൾ എല്ലാവരും വാടക വീട്ടുകളിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്യണം, പുനരധിവസിപ്പിക്കണം. ആ പുനരധിവസിപ്പിക്കാനുള്ള ജോൺ മത്തായി റിപ്പോർട്ട് ഇതുവരെ എന്ത് ചെയ്തില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിനോജ്. ഞാൻ ഒന്ന് ദീപക് മലയമ്മയിലേക്ക് കൂടി പോയി വരാം. താങ്കൾ പ്രതികരണം എടുത്തോളൂ. ദീപക് മലയമ്മ, ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അറിയുന്നത്. 68 ദിവസമായി. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടില്ല. ജനപ്രതിനിധികളുടെ കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല. മേപ്പാടി പഞ്ചായത്തുമായിട്ട് സംസ്ഥാന സർക്കാർ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും പഞ്ചായത്തും തമ്മിൽ ഒരു ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടാവണം. ആ പഞ്ചായത്തിലെ 3 വാർഡുകളാണ് ഒലിച്ചുപോയത്. പഞ്ചായത്തിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരും അത് ചെയ്യാൻ പാടില്ല. അതേസമയം കേന്ദ്രത്തിൽ നിന്ന് എത്താനുള്ള ധനസഹായം അതിലൊരു തടസ്സവും ഉണ്ടാവാനും പാടില്ല. പക്ഷേ അതാണ് ഇപ്പോൾ വൈകുകയും ചെയ്തത്. കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം എത്തിയാൽ സംസ്ഥാന സർക്കാരിന് വളരെ വേഗം മറ്റു ചില കാര്യങ്ങൾ കൂടി നടത്താമായിരുന്നു. 2000 കോടിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒരു 900 കോടിയെങ്കിലും കിട്ടിയാൽ അത്യാവശ്യം അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്കൊണ്ടാക്കി ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. ദീപക് മലയമ്മ, സാധാരണ ജീവിതത്തിൻ്റെ 1/3 ജീവിതം നയിക്കുന്ന മനുഷ്യരായി മാറുന്നുവല്ലേ ഇപ്പോൾ ദീപകിന് ചുറ്റുമുള്ള മനുഷ്യർ? അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. വീടെന്ന് പറയുന്നത് അനിവാര്യതയാണ്, അത് കിട്ടിയേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് പലതും നഷ്ടപ്പെട്ടു പോയവരാണ്. അവർക്ക് ഇനി തുടർന്ന് ജീവിക്കാൻ ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ കേബിൾ ഓപ്പറേറ്റർ ആയിട്ടുള്ള ബാബുക്ക അല്ലേ, എന്താണ് പേര്? പക്ഷേ ഇവിടെ എല്ലാവരും കേബിൾ ബാബു എന്നാണ് അവസ്ഥ? ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ തൊഴിലില്ല. ഇപ്പോൾ ഞാനൊക്കെ ജോലി എടുത്ത് ജീവിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇന്ന് തൊഴിലില്ല. ഇപ്പോൾ തൊഴിലിലാണ് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയ 1996 ഇവിടെ കേബിൾ TV സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിച്ച. അതിന് തുച്ഛമായ പൈസ കിട്ടിയിട്ട് തന്നെയാണ് 18 സെൻറ്റ് സ്ഥലവും ഒരു വീടും 1250 സ്ക്വയർ ഫീറ്റോളം വീടും ഉണ്ടാക്കിയത്. അതെല്ലാം പോയി. ഇതവിടെ തന്നെയാണ് എൻ്റെ വീട്ടിൽ എല്ലാം. ഇന്നിപ്പോൾ തൊഴിൽ, അതിലും നമ്മൾ ജോലിയായിരുന്നു, അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ 10-40 ലക്ഷം റുപ്യോളം നഷ്ടമാണ്. ഇതാരോട് പറയും? ഇതിനി നമ്മൾ ഇപ്പോൾ എനിക്കിപ്പോൾ 48 വയസ്സായി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതുവരെ സമ്പാദിച്ച മുഴുവൻ പോയി, വീട് പോയി. പിന്നെ നമ്മളൊക്കെ അങ്ങോട്ടേക്ക് സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇപ്പോൾ സർക്കാർ പൈസ തന്നിട്ടുണ്ട്, 10,000 തന്നിട്ടുണ്ട്, 9,000 അതൊക്കെ തീർന്നു. വാടക കൊടുക്കണം. വാടക സർക്കാർ 6,000 രൂപയെ തരുന്നത്. പക്ഷേ ഞങ്ങൾ വീടിനൊന്നും 6,000 അല്ല സാറേ. എൻ്റെ വീടിന് 8,000-9,000 റുപ്യോളം വാടക പോകും. 8,000-9,000 വേണമെന്ന് പറയുന്നത്. പക്ഷേ 8,000 റുപ്യകളിൽ ഞാൻ വാടക ആൾക്ക് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ തൊഴിലില്ല, നിൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ജീവിച്ചതാണ്. ഇവിടെ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ, അവർ ചോദിച്ചു നോക്കി, നമ്മളൊക്കെ അങ്ങോട്ട് സഹായിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ കാത്തുരക്ഷിച്ചു, എൻ്റെ കുടുംബത്തിനെ കാത്തുരക്ഷിച്ചത്. പക്ഷേ എങ്കിൽ ഇന്ന് തൊഴിലില്ല. ഇപ്പം എന്ത് ചെയ്യും? ഒരുപാട് പൈസ നഷ്ടം. ഇതാരോട് നമ്മൾ പറയാം? നമുക്കിപ്പോൾ അങ്ങനെ ടൗണാണ്. ഇപ്പോൾ ഈ ടൗണിൽ വന്ന് നിൽക്കുക, പണിയില്ല. അരുൺ, ഇത് കേവലം ഒറ്റപ്പെട്ട ഒരാളുടെ ഒരു വിഷമമല്ല. ഇത് തീർത്തും ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു അങ്ങാടിയെക്കുറിച്ച് നമുക്കറിയാം. അതിൻ്റെ പഴയകാല കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, കേവലം 2 കടകൾ മാത്രം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിലേക്ക് പൂർണ്ണമായും ഒതുങ്ങിപ്പോയിരിക്കുന്നു. മറ്റിടങ്ങളിൽ നിന്ന് തൊഴിലിന് വരുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിലവിലുള്ളത് എന്ന് പറയും. ഇപ്പോൾ സ്കൂളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ നേരത്തെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എന്താ അവസ്ഥ? നമ്മുടെ നാടൊന്ന് വീണ്ടെടുക്കണം. പുനരധിവാസത്തിൻ്റെ ആളുകളൊക്കെ എന്താ പറയുന്നത്? അല്ല, നമുക്ക് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെയധികം അറിയാലോ, മേപ്പാടിയാണ് നമ്മളെ മക്കൾ പോകുന്നത്. ഇവിടുന്ന് 3 KSRTC ഉണ്ട്. പിന്നെ നമ്മുടെ മക്കൾ
ഇവിടെ നമുക്ക് എന്നും അന്നും പറയണത് നിങ്ങളൊക്കെ ഡയറക്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളല്ല എന്നുള്ള ഗണത്തിലാണ് വരിക അല്ലേ? അതെ അങ്ങനെ തന്നെ വരിക. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ റോഡിൽ നമ്മളെ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർ പോയി. നമ്മളെ വീട് ഇവിടെ നമ്മുടെ ഈ ചുരമല തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. താമസത്തിനെയും കാട്ടി വലിയ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി എങ്ങോട്ട് നമ്മൾ പോകുന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. നമ്മളിവിടെ ബിസിനസ് ചെയ്തുകൊണ്ട് നിന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനി എങ്ങോട്ട് പോകുന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് എല്ലാവരും സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അരുൺ, ഇതിൽ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവുമായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഡയറക്റ്റ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഒപ്പം തന്നെ പാർഷ്യലി എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള രണ്ട് തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അതിൻ്റെ ആശങ്ക കൂടി ആളുകൾ പങ്കുവെച്ച് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2 കടകൾ മാത്രം, അതിനപ്പുറത്തേക്ക് ഈ നാട് വീണ്ടെടുക്കപ്പെടുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും നടക്കാത്ത അവസ്ഥയുണ്ട്. മനുഷ്യരുടെ മനസ്സിലാകെ ഇപ്പോഴും ആ വിഷമം തളം കെട്ടി കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിച്ചത്. ഇവിടെയുള്ള ആളാണോ? എന്താണ് മൊത്തം നാടിൻ്റെ ഒരു അവസ്ഥ എന്തായിട്ടുണ്ട്? മൊത്തം അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലാണ്. കാരണം നമുക്ക് നമ്മുടെ ഈ പുനരധിവാസം പോലെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടണം എന്നുള്ളതാണ്. കാരണം ചേട്ടൻ്റെ വീടിന് എന്തെങ്കിലും പറ്റിയായിരുന്നു? വീടിന് കുറച്ച് വെള്ളം കയറി കുറച്ച് ഭാഗ്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കാരണം ചിലപ്പോൾ ഇവിടെ ആയ ഒരു അനിശ്ചിതത്വം എന്ന് വെച്ചാൽ ഇവിടെ ആര് നിൽക്കും, ആര് നിർത്തും, ആരെ നിർത്തണം എന്നുള്ളതൊന്നും ഒക്കെ അങ്ങനെ ഓരോ ഊഹാപോഹങ്ങൾ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും കാണുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് കാരണം നമ്മളെപ്പോഴും നമുക്ക് ഇവിടെ തന്നെ നിൽക്കണം. ഈ ടൗണിൽ കറണ്ടില്ല, കറണ്ടിൻ്റെ വലിയ പ്രശ്നം. എനിക്ക് ആ തലക്കൊരു ചെറിയ കടയുണ്ട്, അതും തുറക്കാൻ കറണ്ടില്ലാത്തൊരു പ്രശ്നം കൊണ്ട് നിൽക്കുകയാണ്. തൽക്കാലം ഇപ്പോൾ ഇവർ തന്നെ ഇവിടെ ഒപ്പിക്കുന്നത് തൽക്കാലം കറണ്ട് കുറച്ച് ദിവസത്തേക്ക് എടുത്തിട്ടാണ് ഇത് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അനിശ്ചിതത്വം ഒന്ന് മാറി കിട്ടണം മെയിനായിട്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പ്രതിഭാസം അതൊന്ന് സ്പീഡായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും നന്നായിരുന്നു. കാരണം അതാണ് ഞങ്ങൾക്ക് മെയിൻ ആവശ്യം, അതാണ്. ഇതൊന്ന് ഒഴിവായി കിട്ടണം. അരുൺ, ഇത്തരത്തിലാണ് ബഹുവിധ പ്രശ്നങ്ങളാണ്. പഞ്ചായത്തിന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കൃത്യമായി ധനസഹായം 1 മാസത്തെ മാത്രമേ എത്തിയുള്ളൂ. ഇതുവരെ എല്ലാം നല്ലതാണെന്ന് അവർ സമ്മതിക്കുമ്പോഴും 1 മാസത്തെ അവരുടെ ധനസഹായം ഇനിയും കിട്ടാത്ത മനുഷ്യരുണ്ട്. പഞ്ചായത്ത് പ്രതിനിധികൾ അവരെ അറിയിച്ചിട്ടല്ല കാര്യങ്ങൾ നടത്തുന്നത് എന്ന പരാതിയുണ്ട്. ഈ പരാതികളെല്ലാം കേൾക്കണം. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കണം. അവർക്ക് എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പിലേക്ക് കടക്കാൻ കഴിയണം. ഇതിനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കനിവുണ്ടാവണം. കനിവല്ല, അത് നമ്മളുടെ അവകാശമാണ്. പക്ഷേ എങ്കിലും പ്രധാനമന്ത്രി ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ വാരം വയനാട്ടിലെത്തി മനുഷ്യരെ ചേർത്തു പിടിച്ചത് ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് ഈ നാട് വിശ്വസിക്കണമെങ്കിൽ ഇനിയും വൈകാൻ പാടില്ല. മഹാരാഷ്ട്രയ്ക്കും ബീഹാറിനും തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുത്തതുപോലെ നമുക്കും നമ്മളുടെ അർഹതപ്പെട്ട ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം കിട്ടണം. അതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ ശ്രദ്ധിക്കണമായിരുന്നു കേന്ദ്രം. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ, അതിൽ സുരേഷ് ഗോപിയുണ്ട്, അതിൽ ജോർജ് കുര്യനുണ്ട്, രണ്ടുപേരും ഈ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. കാരണം കേരളം ചെയ്യേണ്ടത് ഇതുവരെ ചെയ്തിട്ടുണ്ട്, പലതിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നു. പഞ്ചായത്തിനെ മറികടന്നുകൊണ്ട് ഒരു ദുരിതാശ്വാസ ഏകോപനം നടത്തരുത്. കാര്യം അവിടുത്തെ നാട്ടിലെ ജനങ്ങളെ നേരിട്ടറിയാവുന്നവരാണ് ആ മനുഷ്യർ. തീർച്ചയായിട്ടും അത്തരം പരാതികളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും കേന്ദ്ര സഹായം വൈകുന്നത് എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.